ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇന്നിപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു മേക്ക് ഓവർ ലുക്കാണ് കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇക്കാൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. മേക്കപ്പിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇക്കാൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെങ്ങളുടെ മോളുടെ ഫ്രണ്ടാണ് വരുന്നത്. നമ്മുടെ മുത്തശ്ശൻ്റെ മോളുടെ നിശ്ചയത്തിനും അവളാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവള് വിളിച്ചിട്ടുണ്ട് 10 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ 10:15 സമയം എത്തിയിട്ടില്ല. അപ്പോൾ അവള് വരുന്ന സമയം കൊണ്ട് മൈലാഞ്ചി ഇടാന്ന് പറഞ്ഞാണ്. മതിയോ? വിളിച്ചിട്ട് ഇവിടെ മേക്കപ്പ് പറഞ്ഞത് ബാക്ക് കൂടെ പോയിക്കോ. എന്താണ് അല്ല മോതിരം അടിക്കട്ടെ. മോളെ എന്താ ഉദ്ദേശിക്കുന്നത്? കല്യാണം എന്താ ഇവിടെ ഇരുന്നാ മതിയോ? അങ്ങനെ ഇരിക്കണം. അവള് വരുമ്പോഴേക്കും നമ്മളെ കഴിയുമല്ലോ, ഏകദേശം ഉണങ്ങുമല്ലോ അല്ലേ? കട്ടിക്കൊന്നും നമ്മുടെ ഈ ബ്രൈഡിന്റെ ഫോട്ടോഷൂട്ടിന്റെ തീരുമാനം പെട്ടെന്നുണ്ടായതാണ് കേട്ടോ. ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൈലാഞ്ചിന്റെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ വരുന്ന സമയത്ത് മൈലാഞ്ചി വാങ്ങിയിട്ട് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് ഇടാൻ തീരുമാനിച്ചതാണ്. ബ്രൈഡിന്റെ ഫോട്ടോഷൂട്ട് ആകുമ്പോഴത്തേക്ക് മെഹന്തിയൊക്കെ ഇടണ്ടേ, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടായില്ലല്ലോ. പണ്ടൊക്കെ അല്ല, റീസെന്റ് ആയിട്ട് ഇപ്പൊ ഉള്ളതൊക്കെ സ്റ്റിക്കർ ഉണ്ട് അമ്മ, അതായത് ഇങ്ങനെ സ്റ്റിക്കർ പോലെ അങ്ങനത്തെ അത് വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താ അങ്ങനെ നേരെ ആകുമായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും ഓർത്തില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇടണുള്ളൂ. എന്താ പറഞ്ഞ സമയമില്ല. ഒന്നാമത് എന്താന്ന് വെച്ചാല് നമുക്ക് ഡിസൈൻ എടുത്തു വെക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വന്നവരെ പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ വരുന്ന ഡിസൈൻ ഇടുന്നു എന്നല്ലാതെ വള്ളിവിനാരേ ഇത് പള്ളിയല്ല, മയില് പീലി വിടർത്തിക്കുക. അങ്ങനെയൊക്കെ തന്നെ മൈലാഞ്ചി ഡിസൈൻ ഉണ്ടാവുക. മാങ്ങയും മയിലും. അതെ, 108 മാങ്ങ ഉണ്ടാവും. എന്നെയും കൂടെ വരയ്ക്കുക അതില്. അപ്പൊ ഒരു മെയിലാഞ്ചി പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കഴിയോ? പെട്ടെന്ന് ഉണങ്ങണം എന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. അപ്പൊ എന്നെ റെഡിയാക്കാനുള്ള ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഒരുപാട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ അവള് ആദ്യം ഹെയർ സ്റ്റൈലിന്റെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ തലയിൽ തട്ടിടാത്തതുകൊണ്ട് മാക്സിമം ആ വീഡിയോസ് ഒക്കെ ഒഴിവാക്കേണ്ടി വന്നു കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പൊ എന്നെ ഈ ലുക്കിലാക്കി തന്ന ആളിനെ കാണിച്ചതാ. ഇതാണ് കേട്ടോ ഷൗഫില ആള്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് എന്നെ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ആളുടെ കോണ്ടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ ചെക്കൗട്ട് ചെയ്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്.
അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫർ വേറെ ആരുമല്ല, ഇക്കാന്റെ ജ്യേഷ്ഠനാണ് കേട്ടോ, മൂന്നാമത്തെ ജ്യേഷ്ഠനാണ്. ആളോടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവിടെ അടുത്ത് നല്ലൊരു ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പം അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ അടുത്ത് പുഴയുണ്ട്, അപ്പോൾ അതിന്റെ സൈഡിൽ പോയിട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ലൊക്കേഷനൊക്കെ ആണെന്ന് പറഞ്ഞു ഇവര്. പക്ഷെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ വൈകുന്നേരമായി, നല്ല മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല. നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ മഴയും പെയ്താൽ ഫോട്ടോ എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീടിന്റെ മുമ്പത്ത് വെച്ചിട്ട് തന്നെ, ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ ഫോട്ടോ അങ്ങനെ എടുക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഈ വീഡിയോന്റെ ലാസ്റ്റിൽ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇനി പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.